ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ വ്ളോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ബർത്ത്ഡേ സെലിബ്രേഷന് പോയി ക്ഷീണിച്ച് നമ്മൾ ഒരു പിറ്റേന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചുമ്മാ കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, കോട്ടയം ജില്ലയിലെ മിനി ബീച്ച് എന്നറിയപ്പെടുന്ന കാവാലിപ്പുഴ ബീച്ചിലോട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത്ര അടുത്തായിട്ടും നമുക്ക് പോകാൻ സാധിച്ചില്ല. ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ നിങ്ങളെ അതൊന്ന് വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ കോട്ടയം ജില്ലയിൽ മാത്രമാണ് കടൽ ഇല്ലാത്തതെന്ന് തോന്നുന്നല്ലേ. അപ്പം അതിൻ്റെ ഒരു പകരമായിട്ട് നമുക്ക് അവിടെ ഒരു മിനി ബീച്ച് വന്നിട്ടുണ്ട്. കോട്ടയം ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ കിടങ്ങൂരിലാണ് ഈ മിനി ബീച്ച്. കാവാലിപ്പുഴ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. പ്രളയകാലത്താണ് ഈ മണൽത്തിട്ട രൂപം കൊണ്ടത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇപ്പം നാട്ടുകാരും വരുന്നവരും എല്ലാം ഇതിനെ കാവാലിപ്പുഴ ബീച്ച് എന്നാണ് വിളിക്കുന്നത്. കിടങ്ങൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ വലത്തോട്ട് തിരിച്ചാൽ ഈ കാവാലിപ്പുഴ കടവാകും. ഇത് നമ്മുടെ കുടുംബത്തോടൊക്കെ കുറച്ച് സമയം ഈ വൈകുന്നേരങ്ങളിലൊക്കെ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുമെന്ന് തന്നെ പറയാം. നല്ല അന്തരീക്ഷമാണ്. കുറച്ച് നേരം നല്ല ഫ്രഷ് എയർ നമുക്ക് ശ്വസിക്കാം കേട്ടോ. അവിടെ ഒരു വൃത്തികേടായിട്ടൊന്നുമില്ല. ഒരു പ്ലാസ്റ്റിക് പോലും വലിച്ചെറിഞ്ഞിട്ടില്ല. അവിടെ എല്ലാം വേസ്റ്റ് ബിൻ വെച്ചിട്ട് അതിലാണ് എല്ലാം നമ്മൾ വേസ്റ്റൊക്കെയും കളയുന്നത്. പിന്നെ അവിടെ ഒരു 2-3 കടയൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ടും ഐസ്ക്രീം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ നല്ല വൃത്തിയുള്ള കടകളുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം നമുക്ക് അവിടെ നിന്നാൽ സമയം പോകുന്നതൊന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് കടത്തുണ്ട്. നമുക്ക് കുടുംബത്തോടെ ഒന്ന് ആ പുഴയൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ 4 പേർക്ക് 100 രൂപ അങ്ങനെ എങ്ങാണ്ടാണ് റേറ്റ്. ഞങ്ങളും കയറിയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ബെഞ്ചുണ്ട്, തടിയും കൊണ്ട് നിർമ്മിച്ച ബെഞ്ചും ഉണ്ട്. പിന്നെ കുറേ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് മരത്തേൽ 3-4 ഊഞ്ഞാലുകളും അവിടെ കെട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ച് ഇനി ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇവിടെ വരണം, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അതുപോലെ എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് അധികം ബഹളമോ ഒന്നുമില്ലല്ലോ. കുറച്ച് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാര്യം അവിടെ കളിക്കാനായിട്ട് ഒത്തിരി പ്ലേസ് ഉണ്ട്, സ്ഥലമുണ്ട് നമുക്ക് ഓടിക്കളിച്ച് നടക്കാനായിട്ട്. ഞങ്ങൾ തോണിയിലൊരു 10-20 മിനിറ്റ് ഒന്ന് റൗണ്ട് അടിച്ചു. അമ്മ കയറിയില്ല, അമ്മയ്ക്ക് പേടിയാണ് തോണിയിലൊക്കെ കയറാനായിട്ട്. അതുകൊണ്ട് അമ്മ കയറിയില്ല, അമ്മയും കുഞ്ഞുവാവയും കയറിയില്ല. ഞങ്ങളൊന്ന് ഒരു 10-20 മിനിറ്റ് അതുവഴി ഒന്ന് റൗണ്ട് അടിച്ച്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒത്തിരിയും പേര് അവിടെ വരുന്നുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികളും അപ്പുറത്തെ കരയിലൊക്കെ സ്കൂൾ കുട്ടികളും ഒക്കെ വന്ന് അവിടെ സമയം ചിലവഴിക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങ് അതായത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ഇത് കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുവാണെങ്കിൽ ഈ ബീച്ച് ഒന്ന് വന്ന് കാണുക. എല്ലാവർക്കും ഈ ഒരു ബീച്ച് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം കാണാത്തവരെല്ലാവരും വന്ന് ഈ ബീച്ച് കാണുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ ബൈ, ടേക്ക് കെയർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.